എൻ്റെ യാത്രകൾ പൂർണ്ണമായിട്ടും ഒരു ഇലക്ട്രിക് കാറിലേക്ക് മാറ്റിയിട്ട് ഇന്ന് 78 ദിവസങ്ങൾ തികയുകയാണ്. ഈ 78 ദിവസങ്ങൾ കൊണ്ട് എൻ്റെ വാഹനം ഓടിയത് 7510 കിലോമീറ്ററാണ്. ഞാൻ വണ്ടി വാങ്ങിയ വാർത്ത കേട്ട അന്ന് മുതൽ തന്നെ പല ആളുകളും എനിക്ക് പേഴ്സണലി മെസ്സേജ് ചോദിക്കാറുണ്ട്, വണ്ടി എങ്ങനെയുണ്ട്, ഞങ്ങളും എടുത്താലോ, ഇലക്ട്രിക്കിലേക്ക് മാറിയാലോ എന്നുള്ള ഒരു ആലോചനയിലൊക്കെയാണ്. എങ്ങനെയുണ്ടെന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നു. റേഞ്ച് ആങ്സൈറ്റി ഉണ്ടോ, റേഞ്ച് എത്ര കിട്ടും, ടയറിന് പ്രശ്നമുണ്ടോ എന്നൊക്കെ പല ആളുകളും ചോദിക്കുകയാണ്. നമ്മൾ കുറച്ചൊന്ന് ഓടിക്കാതെ ഇതിനെക്കുറിച്ചിട്ട് മറുപടി പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ പല ആളുകളോടും പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ചിട്ട് വലിയ അനുഭവ സമ്പത്തൊന്നുമില്ല, ഞാനത് വാങ്ങിയതേ ഉള്ളൂ, കുറച്ച് ഓടിച്ചിട്ട് ഞാൻ പറയാം, ഒരു 5000 കിലോമീറ്റർ ആകുമ്പോൾ പറയാമെന്ന് വിചാരിച്ചാണ്. പിന്നീട് പോട്ടെ, നല്ലൊരു കറക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നീട് പറയാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 7510 കിലോമീറ്ററായി. ഇനി 10000 ആകുമ്പോൾ ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഈ 7510 കിലോമീറ്റർ ഓടിയ സമയത്ത് എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഉറപ്പായിട്ടും ഒരു EV കാറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള, നിങ്ങൾക്ക് അറിയേണ്ടുന്ന എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാനായിട്ട് ഞാൻ വളരെ ഇഷ്ടത്തോടെ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം അത്ര രസമുള്ള ഒരു സംഗതിയാണ് ഇതിനെക്കുറിച്ചിട്ട് പറയുക എന്നുള്ളത്. കാരണം ഈ EV ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ശരിക്കും നല്ല രസമുള്ളൊരു പരിപാടിയാണ്. ആദ്യം തന്നെ ഒരു കാര്യത്തിന് ഉത്തരം കൊടുക്കണം. നമ്മളെപ്പോഴും ഈ നെഗറ്റീവിനെ കുറിച്ചിട്ടാണല്ലോ ചിന്തിക്കുന്നത്. അത് ഞാനും അങ്ങനെയൊക്കെ തന്നെയാണെന്നേ. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ ആയ സമയത്ത്, EV കാർ എടുക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയ സമയത്തും എങ്ങനെ അതിനെ അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ഇതിന് ടയർ ലൈഫ് തീരെ കിട്ടത്തില്ല എന്നുള്ളത്. ശരിയാണ്, 20% മുതൽ 30% വരെ അധിക തേയ്മാനം ഇലക്ട്രിക് വണ്ടികൾക്ക് ബാക്കിയുള്ള ഫ്യൂവൽ വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു. എൻ്റെ ടയറിൻ്റെ ഫോട്ടോ ChatGPTക്ക് ഇട്ട് കൊടുത്ത സമയത്ത് ChatGPT പറഞ്ഞത് ഒരു 40-45 ഒക്കെ ഓടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു. നോർമലി വീട്ടിലൊക്കെ നമ്മൾ കുത്തി ചാർജ് ചെയ്ത് വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 രൂപയാണ് നമുക്ക് ആ ഒരു ചാർജിൻ്റെ കോസ്റ്റ് വരുന്നത്. ടയറിന് 1 രൂപ കൂടി ആഡ് ചെയ്യുക, 2ആയി. ഇനി മെയിൻ്റനൻസ്, ബാക്കിയുള്ള മെയിൻ്റനൻസ് ഒക്കെ ഉണ്ടല്ലോ, 1 രൂപ കൂടി ആഡ് ചെയ്യുക, ഒരു 3 നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും സിമ്പിളായിട്ട്. ChatGPT പറഞ്ഞ ഉത്തരം വളരെ കറക്റ്റായിരുന്നു കേട്ടോ. ഈ പോസ്റ്റ് നോക്കൂ, ഹ്യുണ്ടായി ക്രെറ്റ ഓണേഴ്സിൻ്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ വന്ന ഒരു പോസ്റ്റാണ്. 46,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് ടയർ മാറുന്ന ഒരു ഫോട്ടോ. ഡീസൽ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫ്യൂവലിന് മാത്രം നമുക്ക് പെർ കിലോമീറ്റർ 7 രൂപ അല്ലെങ്കിൽ 6 രൂപയൊക്കെ റേഞ്ചിൽ വരുന്നുണ്ട്. അതിൻ്റെ മെയിൻ്റനൻസും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, ടയറും കൂടെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ റേറ്റ് കയറി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ EV വാഹനങ്ങളുടെ ആ ഒരു മെയിൻ്റനൻസിലേക്ക് ബാറ്ററി അടക്കം മാറുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ചിന്തിച്ച് ആഡ് ചെയ്തെങ്കിൽ പോലും നമുക്ക് ബ്രേക്ക് ഇവനായിട്ട് ഈ ചിലവുകൾ എന്ന് പറയുന്നത് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇത് ബ്രേക്ക് ഇവനായിട്ട് മാത്രം കിട്ടിയാൽ മതിയോ? ഇത് ഭയങ്കര ലാഭം കിട്ടണ്ടേ EVയിൽ എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ബ്രേക്ക് ഇവനായിട്ട് കിട്ടിയാൽ മതി എന്നുള്ളതായിരുന്നു തുടക്കം മുതൽ എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഞാൻ അന്നും ഇന്നും എല്ലാ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഓരോ തവണ വണ്ടി അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്തും കൂടിയ പരിപാടികളാണ് നമ്മൾ പിടിക്കുന്നത്. അതായത് വണ്ടി കുറച്ചും കൂടെ പ്രീമിയം ആക്കാൻ വേണ്ടി ആഗ്രഹിക്കും, കുറച്ചും കൂടെയൊക്കെ സൗകര്യങ്ങൾ കൂട്ടും. എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മൾ ഇതുകൊണ്ട് അരി വാങ്ങുന്ന ആളുകളല്ലാത്തതുകൊണ്ട്, ഇതുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളല്ലാത്തതുകൊണ്ട് നമ്മുടെ ചെലവിൻ്റെ കാറ്റഗറിയിൽ തന്നെയാണ് ഇത് പെടുത്തേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെലവുകളാണിത്. അപ്പോൾ വണ്ടി എപ്പോഴും ചിലവാണ്, അതിനകത്ത് നമുക്ക് ലാഭവും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇനിയിപ്പോൾ ഡിപ്രിസിയേഷനെ കുറിച്ചിട്ട് ഇങ്ങനെ ഈ നെഗറ്റീവ് ആണല്ലോ നമ്മൾ ആദ്യം സംസാരിക്കേണ്ടത്. എല്ലാ ആളുകളും പറയും, ഇപ്പോൾ നമ്മളൊരു ലക്ഷറി പ്രീമിയം വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിനെന്തോരം ഡിപ്രിസിയേഷൻ ഉണ്ടാവുമോ അത്രയൊക്കെ തന്നെ നമുക്ക് EV കാറുകൾക്കും പ്രതീക്ഷിക്കാം. അപ്പോൾ അത് ലക്ഷറി സെഗ്മെൻ്റ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ബോണസ് ഉണ്ട്. EV വാഹനങ്ങൾ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ആ ഒരു വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന എല്ലാ ആളുകൾക്കും കിട്ടുന്ന ഒരു കംഫർട്ട്, ക്ഷീണമില്ലായ്മ എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ആ ഒരു ലക്ഷറി കാറുകളുടെ ഡിപ്രിസിയേഷനെ നമ്മൾ എങ്ങനെയാണോ ന്യായീകരിക്കുന്നത് അതിനോട് സമാനമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇനി കംപ്ലീറ്റ് ബാറ്ററി 1,60,000 കിലോമീറ്ററിന് ശേഷം നമ്മൾ മാറി വെക്കുകയാണെങ്കിൽ 8 ലക്ഷം രൂപയാവില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നോക്കിയിട്ട് ആ 8 ലക്ഷം രൂപയ്ക്ക് അത് മൊത്തം മാറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രഷായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാമെന്നുണ്ടെങ്കിൽ അത് വലിയ നഷ്ടമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പിന്നെ മോട്ടർ, അതേപോലെ തന്നെ ബാറ്ററി, വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്നോളജി ഒന്നും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. വണ്ടി എടുക്കുന്ന സമയത്ത് ഭാവിയിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലേക്കുള്ള സർവീസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ആക്സസിബിൾ ആയിട്ടുള്ള ബ്രാൻഡുകളുടെ ഇത് എടുക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്തുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ റീസെയിൽ വാല്യൂ പ്രതീക്ഷിച്ചിട്ട് മാത്രമാണ് ഒരു വണ്ടി എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു 20 ലക്ഷം രൂപയ്ക്ക് മുകളിലൊക്കെ സ്പെൻഡ് ചെയ്ത്, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് പോലുള്ള ഒരു ക്രെറ്റ EV ഒക്കെ വാങ്ങുന്ന ആളുകൾ അത്രമാത്രം ഈ റീസെയിൽ വാല്യൂ എന്ന് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾക്ക് കൂടുതലായിട്ട് കംഫർട്ടും അതേപോലെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലും ഒക്കെ ഒന്ന് പരിഗണിച്ചിട്ടാണല്ലോ വണ്ടി എന്ന് പറയുന്ന കാര്യത്തിലേക്ക് പോകുന്നത്. റീസെയിലൊക്കെ പ്രതീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ വണ്ടി എടുത്ത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നിങ്ങളൊരു ടൊയോട്ടോയുടെ വണ്ടി എടുക്കേണ്ടി വരും.
അതിനേ ഉള്ളൂ ഇപ്പോൾ നല്ല റീസെയിൽ വാല്യൂ. അല്ലെങ്കിൽ നിങ്ങൾ മാരുതിയുടെ ഏറ്റവും കോമൺ പീപ്പിൾ ഉപയോഗിക്കുന്ന ഒരു വണ്ടി എടുക്കേണ്ടി വരും. ഇപ്പോൾ നമുക്ക് റീസെയിൽ നോക്കിയിട്ട് അങ്ങനെയുള്ളതിലേക്ക് കോംപ്രമൈസ്ഡ് ആവാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് ഈ 7510 കിലോമീറ്റർ ഓടിയ വാഹനത്തിൻ്റെ എൻ്റെ പേഴ്സണൽ ഓണർഷിപ്പ് എക്സ്പീരിയൻസിലേക്ക് വരാം. എത്രയാണ് ഈ വാഹനത്തിന് റിയൽ വേൾഡിൽ കിട്ടുന്ന റേഞ്ച്? കമ്പനി 500-ന് മുകളിൽ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട്? അത് നിങ്ങൾക്കറിയണം എന്ന ആഗ്രഹം ഉണ്ടാവും. ഹ്യുണ്ടായി ക്രെറ്റയുടെ ബാറ്ററി എന്ന് പറയുന്നത് NMC ബാറ്ററിയാണ്. NMC ബാറ്ററി വാഹനങ്ങൾക്ക് LFP ബാറ്ററി വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് റേഞ്ചിനകത്ത് കുറച്ചും കൂടെ കൂടുതൽ ഒരു സ്ഥിരത നമുക്ക് ലഭിക്കും. NMCയിൽ ഇപ്പോൾ നിങ്ങൾ 500 കിലോമീറ്റർ കിട്ടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുപ്പിച്ച് ഒരു 10 കിലോമീറ്റർ താഴെയൊക്കെ ഇപ്പോൾ 490 അല്ലെങ്കിൽ 480 ഒക്കെ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓടിക്കാനായിട്ട് പറ്റും. എനിക്കൊക്കെ സുഖമായിട്ട്, ഞാനൊന്നും അങ്ങനെ EV ഓടിക്കുന്നു എന്നുള്ള രീതിയിൽ ഓടിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. എൻ്റെ ഡീസൽ കാർ എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ കാല് കൊടുക്കുന്നതിലൊന്നും വലിയ കാര്യമായിട്ടുള്ള മയമൊന്നും കാണിക്കാതെ കൊണ്ടു നടന്നിട്ട് പോലും എനിക്കൊരു 450 മുകളിലൊക്കെ റേഞ്ച് കിട്ടാറുണ്ട്. ഇനിയിപ്പോൾ ഹില്ലി ഏരിയകളിൽ അത്ര കിട്ടുമോ? ഹില്ലി ഏരിയകളിൽ അത്ര കിട്ടത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഹില്ലി ഏരിയകളിൽ നമുക്ക് അത്ര കിട്ടത്തില്ല എന്നുണ്ടെങ്കിലും തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് നിയർലി 0 കോസ്റ്റിൽ വണ്ടി ഓടിച്ചിട്ട് വരാൻ പറ്റും. തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് പിന്നീട് കുറച്ച് ദൂരം കൂടെ ഓടാനായിട്ടുള്ള റേഞ്ച് കിട്ടും. ഈ കഴിഞ്ഞ ദിവസം വെറുതെ വൈകിട്ട് ഞാൻ ഈ കുട്ടിക്കാനം വരെ പോവുകയുണ്ടായി. കുട്ടിക്കാനം ചെന്ന സമയത്ത് ഏകദേശം 150 കിലോമീറ്റർ വണ്ടി ഇനി ഓടും എന്നുള്ളതാണ് കാണിക്കുന്നത്. 150 കിലോമീറ്റർ ഓടുമെന്ന് പറയുമ്പോൾ ഞാൻ കുട്ടിക്കാനത്ത് നിന്ന് വാഗമണ്ണ് വഴിക്ക് പാലാ വന്നിട്ട് ഏറ്റുമാനൂർ വരാനായിട്ടുള്ള പ്ലാനിലാണ്. ഞാൻ വാഗമണ്ണ് ചെന്നതിന് ശേഷം പിന്നീട് ഇതിൻ്റെ ഒരു റീജനറേഷൻ ഒരു 2-ലും 3-ലും ഒക്കെ ഇട്ട് മാത്രം ഓടിച്ച് ആ ഒരു ഫുൾ ഇറക്കം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ വണ്ടി വീട്ടിൽ വരുന്ന സമയത്തും അറൗണ്ട് 150-160 കിലോമീറ്ററൊക്കെ ചാർജ് കാണിക്കുന്നുണ്ടായിരുന്നു. എത്ര കിട്ടുമെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറയാം. ഇന്നത്തെ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. രാവിലെ ഞാൻ വണ്ടി എടുത്ത് ഒന്ന് പുറത്ത് പോയ സമയത്ത് വണ്ടിയിൽ തീരെ ചാർജ് കുറവാണ്. 19% വണ്ടിയിൽ ബാറ്ററി ഉള്ളത്. 19% എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഡീസൽ പെട്രോൾ കാറുകളിലെ ലോ ഫ്യൂൽ വാണിംഗ് കത്തി നിൽക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റോടെ വേണം നമ്മൾ ഈ വണ്ടി ഓടിക്കാനായിട്ട്. തൊട്ടടുത്തുള്ള ചാർജിങ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അടുത്ത് നമ്മുടെ വീട്ടിലോ കൊണ്ടുപോയി ഇത് ചാർജ് ചെയ്യണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു റൂള്. നമ്മൾ ബാക്കിയുള്ള വണ്ടികളുടെ ഫ്യൂവലിലോ ആവുന്ന സമയത്ത് ഒരവസ്ഥ തന്നെയാണ് EV കാറുകൾക്ക് ഈ 19 എന്ന് പറയുന്നത്. ഈ 19% എൻ്റെ ഒരു കോൺഫിഡൻസ് ഞാൻ പറഞ്ഞുതരാം. ഈ 19% എൻ്റെ മീറ്ററിൽ കാണിക്കുന്നത് 86 കിലോമീറ്റർ ഓടും എന്നുള്ളതാണ്. ഈ 86 കിലോമീറ്റർ ഏകദേശം ഓടും എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈ 19% 86 കിലോമീറ്റർ ഓടുന്ന വണ്ടിയായിട്ട് ഞാൻ പിന്നെയും എൻ്റെ ബാക്കിയുള്ള ഇന്നത്തെ ഓട്ടങ്ങളൊക്കെ നടത്തുകയാണ്. ആ റേഞ്ച് കാണിച്ചതിൽ പിന്നെ ഞാനൊരു 8-9 കിലോമീറ്ററും കൂടെ പിന്നീട് വണ്ടി ഓടിച്ചു. അപ്പോൾ 304 കിലോമീറ്റർ ആണല്ലോ ഇപ്പോൾ കാണിക്കുന്നത്. ഈ ഒരു സമയത്തൊക്കെ AC ഇട്ടാണ് പോകുന്നത്. വണ്ടി അവിടെ ഇവിടെ നിർത്തി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കയറ്റമുണ്ട്, ഇറക്കമുണ്ട്. 8 കിലോമീറ്റർ ഉണ്ടല്ലോ. എന്നിട്ട് ഞാനൊരു റെയിൽവേ ക്രോസിലേക്ക് കിടക്കുന്ന സമയത്ത് എടുത്തൊരു ഫോട്ടോ ആണിത്. പിന്നീട് 70 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഈ ഒരു 70 കിലോമീറ്ററൊക്കെ കാണിക്കുന്ന സമയത്ത് നമുക്ക് സുഖമായിട്ട് ഒരു റീചാർജിങ് സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് പോയി റീചാർജ് ചെയ്യത്തില്ലേ? അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കാൽക്കുലേഷനിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ലേ? അപ്പോൾ റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്നത് ഇതുപോലെയൊക്കെ റേഞ്ച് കിട്ടുന്ന ഒരു വണ്ടിക്ക് വലിയ കാര്യമായിട്ടില്ല. 20% ആവുന്ന സമയത്ത് തന്നെ നമുക്ക് അലേർട്ട് കിട്ടും. 80 കിലോമീറ്ററൊക്കെ പിന്നീട് ഓടുമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു 40-45 കിലോമീറ്റർ ഓടിയാൽ പോലും ഒരു ചാർജിങ് സ്റ്റേഷൻ നമുക്ക് കിട്ടും. കാരണം അത്രയധികം ചാർജിങ് സ്റ്റേഷൻസ് നിലവിൽ കേരളത്തിൽ അവൈലബിൾ ആണ്. പെട്രോൾ പമ്പ് എത്ര ഉണ്ട് അതിനോടൊക്കെ അടുപ്പിച്ച് തന്നെ ചാർജിങ് സ്റ്റേഷൻസ് ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആണ്. കൃത്യം കണക്ക് മനസ്സിലാവുന്ന ഒരു ട്രിപ്പ് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല റഫായിട്ട് വണ്ടി ഓടിച്ച ഒരു ട്രിപ്പ് ഞാൻ കാണിച്ചു തരാം. ഏറ്റുമാനൂരിൽ നിന്ന് ഫുള്ള് ചാർജ് ചെയ്തിട്ട് ഞാൻ എറണാകുളം പോയതാണ്. അപ്പം ഞാൻ ഈ ഒരു റെക്കോർഡിംഗ് എടുക്കുന്നത് 23 കിലോമീറ്റർ ഓടിയതിന് ശേഷമാണ്. 100% ചാർജ് ചെയ്തിട്ട് 23 കിലോമീറ്റർ ഓടി. ആ ഒരു സമയത്ത് വണ്ടിയിൽ കാണിക്കുന്ന ചാർജ് 459 കിലോമീറ്റർ ഓടുന്നു. 95% 459 കിലോമീറ്റർ ഓടുമെന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ നേരെ എറണാകുളം പോയി നമ്മുടെ ഹൈക്കോടതിൻ്റെ അവിടെ വരെ പോയി തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് എനിക്ക് ബാലൻസ് ഉള്ള റേഞ്ച് 81%. 390 കിലോമീറ്റർ ഇനി ഓടും. 104 കിലോമീറ്റർ ഓടിയ സമയത്ത്. അപ്പോൾ എനിക്ക് 10.1 കിലോമീറ്റർ പെർ കിലോ വാട്ടിലൊക്കെ കിട്ടി കേട്ടോ. അത്യാവശ്യം നല്ല സ്പീഡിൽ പോയ സമയമാണ്. നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാലും ഈ മുട്ടി നിൽക്കുന്നതിനേക്കാളും നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാലും റേഞ്ച് നമുക്ക് കിട്ടും. ഈ നല്ല സ്പീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ MC റോഡിലെ നല്ല സ്പീഡ് എന്നൊക്കെ പറയുന്നത് ഒരു 70-80 ഒക്കെ കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വയനാട് ഒക്കെ മൊത്തത്തിലൊന്ന് കറങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ ഈ വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഞാൻ ഇവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് അവിടെ പോയിട്ടാണ് ചാർജ് ചെയ്യുന്നത്. സുൽത്താൻ ബത്തേരിയിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് അപ്പോഴും വണ്ടിയിൽ 100-150 കിലോമീറ്റർ ഒക്കെ ഓടാനായിട്ടുള്ള ചാർജ് ഉണ്ട്. വയനാട് ചുരമൊക്കെ കയറി വന്നതാണെന്ന് ആലോചിക്കണം. നല്ല രീതിയിൽ കാല് കൊടുത്തിട്ട് വന്നതാണ്.
നൈറ്റ് ഡ്രൈവ് ആയിരുന്നു, നല്ല രീതിയിൽ കാല് കൊടുത്തിട്ട് വന്നതാണ്. രാവിലെ ആയതുകൊണ്ട് ചുരത്തിൽ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. സുൽത്താൻ ബത്തേരിയുടെയൊക്കെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് അവിടെ 2 ചാർജിങ് സ്റ്റേഷൻസ് ഇങ്ങാണ്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. ഞാൻ ചാർജ് ചെയ്തുകൊണ്ടിരുന്ന ചാർജിങ് സ്റ്റേഷനിൽ പിന്നീട് വണ്ടികൾ വന്ന് ക്യൂ കിടക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വണ്ടി ചാർജ് ചെയ്തതിന് ശേഷം നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു വണ്ടി ചാർജ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അയാൾ ഫുൾ ചാർജ് കയറ്റാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ ചാർജ് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചത്. 1 മണിക്കൂർ ഒക്കെ എടുക്കും ഫുൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. 30% നിന്ന് 100%ലേക്കൊക്കെ ഫാസ്റ്റ് ചാർജ് ചെയ്ത് കയറ്റാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂർ മെച്ചം എടുക്കും. ഈ 80% ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്ലോ ആവുന്നതുകൊണ്ടാണ് അത്ര സമയം എടുക്കുന്നത്. ആ 80% വരെ ചാർജ് ചെയ്തിട്ട് ഓടിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം ഒത്തിരി ലാഭിക്കാൻ പറ്റും. 80% നിന്ന് 100 ആക്കാൻ വേണ്ടി നമ്മളൊരു ചാർജിങ് സ്റ്റേഷനിൽ ഓൺ ദ വേ നമ്മൾ കാത്തു നിൽക്കുന്നത് വലിയ ലാഭമുള്ള പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിൽ ഭേദം നമ്മൾ 80 വരെ ചാർജ് ചെയ്തിട്ട് പിന്നീട് ചാർജ് പറയുന്ന സമയത്ത് അടുത്ത ചാർജിങ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. കാരണം ആ ഒരു 80 വരെ നല്ല ഫാസ്റ്റായിട്ട് കയറുമല്ലോ. 9 കിലോമീറ്റർ അടുപ്പിച്ചിട്ടൊക്കെയാണ് നോർമലി നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ക്രെറ്റയ്ക്ക് കിട്ടുന്നു. മൈലേജ് എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോ വാട്ട് 52 കിലോ വാട്ടിൻ്റെ ബാറ്ററി ആണല്ലോ. 1 കിലോ വാട്ടിൽ നമുക്ക് 9 കിലോമീറ്റർ ഓടാം. ഇപ്പോൾ ഇത് ഞാനിങ്ങനെ ഈ ടൗണിൽ കിടന്ന് ഷോർട്ട് ട്രിപ്പ് അടിക്കുന്നതുകൊണ്ടാണ് 8.9 കാണിക്കുന്നത്. അപ്പോൾ ഈ 9 കിലോമീറ്റർ വെച്ചിട്ട് പെർ കിലോ വാട്ടിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇപ്പോൾ 52 കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ്. 52 × 9 ഏകദേശം 468 റേഞ്ച് നമുക്ക് കിട്ടും. ഇത് ഹൈവേയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10 മുകളിലൊക്കെ സുഖമായിട്ട് കിട്ടും. ഈ റേഞ്ച് എന്ന് പറയുന്നത് നോർമൽ മോഡിലിട്ട് ഓടിക്കുന്ന സമയത്ത്, നമ്മൾ ഒന്നും നോക്കാതെ ഓടിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു റേഞ്ചാണ് നിലവിൽ. നാളെ ഇത് കുറയോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കൊരു ധാരണയില്ല. നാളെ ചിലപ്പോൾ ബാറ്ററിയുടെ ആ ഒരു കപ്പാസിറ്റിയോ അല്ലെങ്കിൽ വണ്ടിയുടെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കൊണ്ട്, കാലപ്പഴക്കം കൊണ്ട് ഇത്ര റേഞ്ചൊക്കെ കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ടാവില്ല. എന്തൊക്കെയാണെങ്കിലും നിലവിലെ ഒരു ഓണർഷിപ്പിൽ നമുക്ക് കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത് 400-468ഒക്കെയാണ്. ഇതൊരു ഹൈവേ യൂസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 500 അടുപ്പിക്കാനായിട്ട് പറ്റുമെന്നുള്ള കോൺഫിഡൻസ് എനിക്ക് പേഴ്സണലി ഉണ്ട്. റേഞ്ച്, ബാറ്ററി എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏകദേശ എല്ലാ ഡൗട്ടുകൾക്കും ഞാൻ ആൻസർ നൽകിയിട്ടുണ്ട്. 20% താഴെ ബാറ്ററി പോകുന്ന സമയത്ത് എത്ര റേഞ്ച് ക്രെറ്റ EVയിൽ കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. LFP ബാറ്ററിയിൽ നിന്ന് NMC ബാറ്ററിയിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെയൊക്കെ ഒരു കറക്റ്റ് കണക്ക് റേഞ്ച് കിട്ടും എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇനി അടുത്ത ചാർജിങ്ങുമായി ബന്ധപ്പെട്ട ഡൗട്ടുകളാണ്. ഞാൻ എങ്ങനെയാണ് ഇത് ചാർജ് ചെയ്യുന്നത്? ഫാസ്റ്റ് ചാർജ് ആണോ ചെയ്യുന്നത്? അല്ല, ഞാൻ എൻ്റെ വീട്ടിലെ നോർമൽ പ്ലഗ് പോയിന്റിലാണ്. നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ കുത്തില്ലേ, ആ ഒരു 15A സോക്കറ്റിനകത്തെ ആ പ്ലഗ് ഉണ്ടല്ലോ, അതിൽ കുത്തിയിട്ടാണ് ഞാൻ റീചാർജ് ചെയ്യുന്നത്. എനിക്ക് അത്രത്തോളം ടൈമുണ്ട്. ഞാൻ വൈകിട്ടൊരു 5 മണി 6 മണിയാകുമ്പോൾ വീട്ടിൽ വരും. പിറ്റേന്നൊരു 9 ആകുമ്പോഴേ ഞാൻ വീട്ടിൽ നിന്ന് പോകാറുള്ളൂ. അത്ര സമയം എനിക്ക് രാത്രി വീട്ടിലുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിതിങ്ങനെ കുത്തിയിട്ടേക്കും. ഇപ്പം വരുന്ന സമയത്ത് ഒരു 30-40% ചാർജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ സുഖമായിട്ടും ഒരു 80-85% ഈ സമയം കൊണ്ട് നമ്മുടെ നോർമൽ പ്ലഗ് പോയിന്റിൽ നിന്ന് പവർ വണ്ടിയിലേക്ക് കയറും. ഏറ്റവും നല്ല ചാർജിങ് മെത്തേഡ് ഇതാണ് എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഫാസ്റ്റ് ചാർജിങ് എപ്പോഴും ചെയ്യുന്നത് വണ്ടിക്ക് നല്ലതല്ല എന്ന് പറയുന്നു. ഞാൻ ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഫുൾ ചാർജ് വീട്ടിൽ നിന്നാക്കിയിട്ടാണ് പോകാറുള്ളത്. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ തിരിച്ചു വരാൻ വേണ്ടിയുള്ള ഒരു ഫാസ്റ്റ് ചാർജ് ചെയ്ത് വരും എന്നുള്ളതേ ഉള്ളൂ. ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ചിലവിനെ കുറിച്ച് പറഞ്ഞാൽ, നമ്മൾ പുറത്ത് ഫാസ്റ്റ് ചാർജ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഇത്തിരി കൂടുതലാവും. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ആളുകൾക്ക് അത് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്ന ഒരു ചാർജല്ല. കാരണം ഒരു യൂണിറ്റിന് 20-25 രൂപയൊക്കെ ആവും കേരളത്തിൽ ചാർജ് ചെയ്യുന്ന സമയത്ത്. എന്നാൽ ഞാൻ കന്യാകുമാരി പോയ സമയത്ത് അവിടെ തമിഴ്നാട്ടിലെ ചാർജറിൽ നിന്ന് ചാർജ് ചെയ്തപ്പോൾ റിലാക്സ് എന്നെങ്ങാണ്ട് പറഞ്ഞൊരു ചാർജിങ് സ്റ്റേഷനായിരുന്നു. അപ്പോൾ അവർക്ക് 15 രൂപയുള്ളൂ ഒരു യൂണിറ്റിന്. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ചാർജ് മോഡ് എന്ന് പറയുന്ന ഒരു ചാർജിങ് സ്റ്റേഷനാണ്. അതിൻ്റെ ആപ്പാണ് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. ചാർജ് മോഡാണ് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഗോയിസി ഞാൻ 1-2 തവണ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സെൻട്രൽ സ്ക്വയർ മാളിൻ്റെ ആ ഒരു പാർക്കിംഗ് വെച്ചിട്ടാണ്. അതേപോലെ മറ്റൊരു ചാർജർ കഴിഞ്ഞ ദിവസം യൂസ് ചെയ്തത് നമ്മുടെ ട്രാവലോഞ്ച് ഉണ്ടല്ലോ, വാളയാറുള്ള, അവിടെ നിന്നിട്ടാണ്. അവിടെ നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അവിടെ ഒരു അബദ്ധം പറ്റി. ഒരു ചാർജിങ് പോയിന്റിൽ 30 കിലോ വാട്ട് സ്പീഡ് ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചാർജ് ചെയ്യാനായിട്ട് പൈസ കൊടുത്തതിന് ശേഷം സ്ലോ ആണെന്ന് മനസ്സിലാക്കിയ ഞാൻ അത് മാറ്റി ഇപ്പുറത്ത് വീണ്ടും റീചാർജ് ചെയ്തിട്ട് ചാർജ് ചെയ്യുകയുണ്ടായി. സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത് ആ പൈസ തിരിച്ചു വരുമെന്നുള്ളതാണ്. അത് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഇനി ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലും തമിഴ്നാട്ടിലും നമുക്ക് ഇഷ്ടംപോലെ ചാർജേഴ്സ് അവൈലബിൾ ആണ്. ഏത് മുക്കിന് മൂലയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. പെട്രോൾ പമ്പിനേക്കാളിലും കൂടുതലായിട്ട് നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. അത് ഏത് ചെറിയ ടൗണിലും വെക്കാനായിട്ട് പറ്റുമല്ലോ.
ഈ കഴിഞ്ഞ ദിവസം ഗൂഡല്ലൂർ ടൗണിലാണെന്ന് തോന്നുന്നു ഞാൻ ചാർജ് ചെയ്യാനായിട്ട് വണ്ടി ഇട്ട സമയത്ത് ഒരു അഡ്വാൻറ്റേജ് ഫീൽ ചെയ്തു. ആ ടൗണിൽ നല്ല ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഈ ചാർജിങ് സ്റ്റേഷൻ ഉള്ളത് വേറൊരു ഹോട്ടലിൻ്റെ മുറ്റത്താണ്. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ചാർജ് ചെയ്യാനിട്ടിട്ട് നമ്മൾ ടൗണിൽ കിടക്ക് ഇറങ്ങി നടന്നിട്ട് വന്നു, ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. ഈ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ പാർക്കിങ്ങും കിട്ടും, വണ്ടി അവിടെ ഇട്ടിട്ട് പോകാം. അല്ലെങ്കിൽ പാർക്കിങ്ങിന് ഇപ്പോൾ വഴിയിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പെറ്റിയടിക്കും. അതേപോലെ തന്നെ നോർമൽ ഇപ്പോൾ ഊട്ടി ടൗണിലൊക്കെ പാർക്കിങ്ങിന് 60 രൂപയാണ് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചത്. അപ്പോൾ ഈ 60 രൂപയൊക്കെ കൊടുക്കുന്ന സമയം കൊണ്ട് നമുക്കതിന് തമിഴ്നാട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ 3 യൂണിറ്റ് കറണ്ട് കൂടെ കയറ്റാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൗകര്യമുണ്ട്. ചാർജിങ് മിക്കവാറും മുക്കിനും മൂലയ്ക്കൊക്കെ ഉണ്ട്. പിന്നെ 20% എന്നൊക്കെ പറയുന്നത് ലോ ഫ്യൂൽ വാണിംഗ് പോലെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ചാർജിങ് സ്റ്റേഷൻ തപ്പാനായിട്ട് ക്രെറ്റ EVയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു 10-70 കിലോമീറ്ററും കൂടെ ഓടി തപ്പാൻ സമയമുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഒരു വഴിക്ക് പോകുന്ന സമയത്ത് EV യൂസേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ചാർജ് കുറവാണോ, ആദ്യം കാണുന്ന ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യുന്നതായിരിക്കും ഉത്തമം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തത് പ്രതീക്ഷ അവിടെ ചെല്ലുന്ന സമയത്ത് വേറെ വണ്ടി കിടക്കുകയോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പണിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു ഡീസൽ പെട്രോൾ കാറിൽ ഫ്യൂവൽ കുറവുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധ കാണിക്കുന്നത്, അതേപോലെ തന്നെ EVയിലും ശ്രദ്ധ കാണിക്കണം. അതുപോലല്ലല്ലോ EVയിൽ റേഞ്ച് കുറവല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 500 റേഞ്ച് കിട്ടുന്ന അല്ലെങ്കിൽ 450 റേഞ്ച് കിട്ടുന്ന ഒരു വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ റേഞ്ച് ആങ്സൈറ്റി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് നമ്മൾ വയനാട് സുൽത്താൻ ബത്തേരിയൊക്കെ ചെല്ലുന്ന സമയത്ത് ആലോചിച്ചാൽ പോരെ റീചാർജ് ചെയ്യുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട്. അതിനിടയിൽ എത്ര മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്യണം? ഒരു മനുഷ്യൻ അങ്ങനെ നിർത്താതെ എത്ര നേരം വണ്ടി ഓടിക്കാനായിട്ട് പറ്റും? എന്താണെങ്കിലും നമ്മൾ റെസ്റ്റ് എടുക്കണം, എന്തൊക്കെയാണെങ്കിലും റെസ്റ്റ് എടുക്കണം, ഇടയ്ക്ക് നിർത്തേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ചായ കുടിക്കാൻ നിർത്തുന്ന സ്ഥലത്തൊക്കെ ഇപ്പോൾ EV ചാർജിങ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മളൊരു റിസോർട്ടിലേക്കൊക്കെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോട്ടേജിലേക്കൊക്കെയാണ് പോകുന്നത്, നമ്മളങ്ങനെ വീക്കെൻഡൊക്കെ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോകുന്ന ഒരു അവസരത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് കറണ്ട് കുത്താനുള്ള അവസരമുണ്ട്. അവർക്ക് വലിയ ചിലവൊന്നും ഇല്ലല്ലോ നീ. അപ്പോൾ ഈ പ്ലഗ് എടുത്തിട്ട് അങ്ങ് കുത്തിയാൽ മതി. നമ്മളെന്താണെങ്കിലും അവിടെ ഒരു 12 മണിക്കൂർ കാണും. 12 മണിക്കൂർ കൊണ്ട് ഈ ചെറിയ സോക്കറ്റിൽ നിന്ന് തന്നെ ഒരു വണ്ടിക്ക് പിന്നീട് കുറേ ദൂരം ഓടാനായിട്ടുള്ള, ഇപ്പോൾ എൻ്റെ വണ്ടിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 300 കിലോമീറ്റർ ഓടാനായിട്ടുള്ള കറണ്ട് ലഭിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇനി അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഈ ഡീസൽ അതേപോലെ തന്നെ ഇലക്ട്രിക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാഭമൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം വണ്ടിക്ക് ഇത്രയും വില കൊടുത്ത് വാങ്ങിയിട്ട് പിന്നെ ഇതിനകത്ത് ലാഭം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം മറ്റേ വണ്ടിക്ക് ഇപ്പോൾ എക്കോസ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ 7 ലക്ഷം രൂപയെ മാർക്കറ്റ് പ്രൈസ് ഉള്ളൂ. ഇതിന് 22-23 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. എന്നിട്ട് നമുക്ക് ലാഭം കിട്ടിയത് കണക്ക് കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും ഈ 7510 കിലോമീറ്റർ നമ്മൾ ഡീസൽ കാറിലാണ് ഓടുന്നത് എന്നുണ്ടെങ്കിൽ, എൻ്റേത് എക്കോസ്പോർട്ട് ആയിരുന്നല്ലോ, അതിനൊരു 18 കിലോമീറ്ററൊക്കെ മൈലേജ് നല്ല രീതിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 417 ലിറ്റർ ഡീസൽ വേണം. ഈ 417 ലിറ്റർ ഡീസൽ അടിക്കാനായിട്ട് 95 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 39,606 രൂപ വേണം. ഈ 78 ദിവസം കൊണ്ട് ഞാൻ ആ വണ്ടിക്ക് അടിക്കേണ്ടതുണ്ടായിരുന്നു. ഈ 39,636 9,000 നമ്മളിവിടെ ഇലക്ട്രിസിറ്റിക്ക് മുടക്കി കഴിഞ്ഞാൽ ബാക്കി 30,000 നമുക്ക് മാറ്റി വയ്ക്കാം. 9,000 ഇലക്ട്രിസിറ്റിയെ നമുക്ക് വരുന്നുള്ളൂ. എങ്ങനെയൊക്കെ നോക്കിയാലും അത്രയൊന്നും വന്നിട്ടില്ല, വീട്ടിലല്ലേ ചാർജ് ചെയ്യുന്നത് കൂടുതലും. അപ്പോൾ ഈ 9,636 രൂപ നമ്മളിവിടെ മുടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് മറ്റേ 39,000 മുടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നില്ല. മറ്റേ വണ്ടി എന്ന് പറയുമ്പോൾ ഡീസൽ അടിക്കണം, അതിൻ്റെ റഫ് ആൻഡ് ടഫ് ഒരു ക്യാരക്ടർ, ഓടിക്കുന്നവർക്ക് നല്ല സുഖം. എനിക്ക് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബാക്കിയുള്ള ആളുകൾക്ക് ഒട്ടും കംഫർട്ടില്ല. ഇതിൻ്റെ സൗണ്ട്, ഡീസൽ എഞ്ചിൻ്റെ ഒരു സൗണ്ട്. അപ്പോൾ ലോങ് പോകുന്ന സമയത്ത് നമ്മൾ ഇത്ര നേരമൊന്നും EV ഒക്കെ ഓടിക്കുന്ന അത്ര നേരമൊന്നും ഡീസൽ വണ്ടിയിൽ പോകാൻ പറ്റത്തില്ല. സൗണ്ട് അകത്ത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ടയർഡായി പോകും, ഭയങ്കരമായിട്ട് ടയർഡായി പോകും. അതേപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഹില്ലി ഏരിയകൾ, മസനഗുഡി വഴി ഊട്ടിക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു കയറ്റം എക്കോസ്പോർട്ട് പോലുള്ളൊരു വണ്ടിയായിട്ട് വലിച്ച് കയറണമെന്നുണ്ടെങ്കിൽ എന്തോരം മല്ല് കാണിക്കണം. കാരണം ഫസ്റ്റ് സെക്കൻഡ് തേടിടാൻ പറ്റില്ല, ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ഒരു രീതിയിൽ പോകുന്നു. ചില വണ്ടികൾ കണ്ടീഷൻ ഇല്ലാത്ത വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഓവർ ഹീറ്റായിട്ട് കൂളൻ്റൊക്കെ തീർന്ന് വഴിപ്പെടുന്ന സാഹചര്യങ്ങൾ. EV ആകുമ്പോൾ നമുക്ക് ചുമ്മാ എടുത്തങ്ങ് കയറിപ്പോവാം. ഞാൻ ആ സമയത്ത് പവർ മോഡ് അങ്ങ് ഇട്ട് കൊടുത്തു, വണ്ടിക്ക് ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ അങ്ങനെ കയറിപ്പോവാം. അവിടെ ഒരു ഡിലേയോ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അത്ര സ്പീഡിൽ അങ്ങോട്ട് കയറി പോകുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നമ്മൾ ആ ഒരു പ്രഷർ വേരിയേഷൻ EVയിൽ പോകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാവും. കാരണം നമ്മൾ ബാക്കിയുള്ള വണ്ടികളിൽ കുറച്ചും കൂടെ പതുക്കെ കയറി പോകുന്നത്. ഇത് നമുക്ക് ആ ഇതിൻ്റെ ഒരു ഉന്മാദം ഉണ്ടല്ലോ, ആ ഒരു ഉന്മാദമൊക്കെ ആസ്വദിച്ച് സ്പീഡിൽ അങ്ങോട്ട് കയറി അങ്ങ് പോയി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെയൊന്നും ഒരു ലാഗില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചിലവ്. 39,000 എന്ന് പറയുന്നത് നമുക്ക് 9,000 ആയിട്ടൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും 7,510 കിലോമീറ്റർ ഓടുന്ന സമയത്ത്. ഇനി മെയിൻ്റനൻസിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സർവീസ് പിന്നെ അറിയാമല്ലോ, ഫ്രീ ആണ്.
അതിൽ ഒരു അബദ്ധം പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ EV കാറുകൾക്ക് എല്ലാ ഹ്യുണ്ടൈ ഷോറൂമുകളിലും സർവീസ് ഇല്ല. അത് വണ്ടി എടുത്തതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു സംഗതിയായിരുന്നു. എല്ലായിടത്തും സർവീസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഹ്യുണ്ടൈ എടുത്തത്. ഇത് പത്തനംതിട്ടയിലും എറണാകുളത്തും ഉള്ളൂ എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത്. പിന്നെ ഒരു ഗുണമുണ്ട്, ഈ വണ്ടി അധികം ആളുകൾ എടുത്തിട്ടില്ലാത്തതുകൊണ്ടാണോ അധികം ഹ്യുണ്ടൈ EV യൂസേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. ചെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ വിത്തിൻ 1 അവർ മാക്സിമം 1.5 അവർ കൊണ്ട് വണ്ടി അവർ ചെയ്തു തരും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഞാൻ ഫസ്റ്റ് സർവീസൊക്കെ ചെയ്തത്, ഞാൻ പോയി 1 അവറോടെ വെയിറ്റ് ചെയ്തു, അവരുടെ വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്തു. അപ്പോൾ തന്നെ വണ്ടി വാഷ് ചെയ്ത് അടക്കം സർവീസ് ചെയ്ത് കിട്ടി. എല്ലാ തവണയും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അത് പത്തനംതിട്ട പോയാലും നമുക്ക് അപ്പോൾ തന്നെ വണ്ടി സർവീസ് ചെയ്ത് വരിക എന്ന് പറയുന്നത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ മഹേന്ദ്രയ്ക്കാണെന്നുണ്ടെങ്കിൽ മഹേന്ദ്ര താർ റോക്സ് ഒക്കെ എടുത്ത് സുഹൃത്തൊക്കെ പറയുന്നത് 1 മാസം മുമ്പ് വിളിച്ച് ബുക്ക് ചെയ്യണം പോലും, സർവീസൊക്കെ കിട്ടാൻ വലിയ പാടാണ് എന്നുള്ളത്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കാരണം എനിക്കൊരു മാസം 2500-3000 കിലോമീറ്റർ ഓട്ടം ഉണ്ട് മിനിമം. അപ്പം നമ്മുടെ സർവീസിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് പോവില്ലേ, കിലോമീറ്റർ അത്രയധികം ആയി പോവില്ലേ. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് EVയുടെ കാര്യത്തിൽ, ഹ്യുണ്ടൈയുടെ EVയുടെ കാര്യത്തിൽ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഇനി പെർഫോമൻസ് ആൻഡ് ഡ്രൈവിംഗ് ഫീൽഡിൻ്റെ കാര്യത്തിലേക്ക് മാത്രം വന്നു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ചിട്ട് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരിക്കലും ഒരു ഡീസൽ കാറായിട്ടോ പെട്രോൾ കാറായിട്ടോ EV കാർ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര ഗജാന്തര വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് കിട്ടുന്ന ആ ഒരു സ്മൂത്ത്നെസ് നമുക്കൊരിക്കലും ഒരു ഫ്യൂവൽ കാറിൽ കിട്ടില്ല. EV എന്ന് പറഞ്ഞാൽ അത്ര സ്മൂത്തായിട്ട് നമുക്ക് വളരെ അനായാസമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അതിന് യാതൊരുവിധ ടെൻഷനും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വണ്ടിയുടെ സൈഡ് മുട്ടുവോ തട്ടുവോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ ആരെങ്കിലും ചാടുവോ എന്നുള്ളത് മാത്രം നോക്കി വെറുതെ ഒരു ടോയ് കാർ ഓടിക്കുന്നത് പോലെ ഓടിച്ചുകൊണ്ട് നടക്കാം. പിന്നെ ഇതിന് കുറച്ച് ടെക്നിക്കാലിറ്റി ഒക്കെ ഉണ്ട്, അത് ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. ഇതിന് റീജനറേഷൻ ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഇപ്പോൾ ഒരു കൂടിയ ഒരു EVയിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം അത്യാവശ്യം ഇപ്പം നമ്മുടെ ക്രെറ്റ പോലുള്ളൊരു വണ്ടിയിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പം റീജൻ 1, 2, 3 ഐപെഡൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിന് മറ്റ് വണ്ടികളെ പോലെ ഗിയർ ബേസ്ഡ് ആയിട്ടുള്ളൊരു എൻജിൻ ബ്രേക്കിംഗ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റീജൻ ഇല്ലാതൊക്കെ പോയി കഴിഞ്ഞാൽ, ഒരു വളവൊക്കെ 0 റീജനിലൊക്കെ പോയി വീശി കഴിഞ്ഞാൽ നമ്മൾ വല്ല പറമ്പിലും പോയി കിടക്കും. കാരണം എൻജിൻ ബ്രേക്കിംഗ് തീരെയില്ല. അപ്പോൾ ഈ റീജനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വണ്ടി കൂടുതലായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. എനിക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല, എന്നാലും ഞാൻ കൂടുതലും റീജൻ ഉപയോഗിച്ചിട്ടാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. അതായത് ബ്രേക്കിംഗ് വളരെയധികം കുറയ്ക്കും. ഇപ്പോൾ റീജൻ 1 അത്യാവശ്യം നമുക്ക് എൻജിൻ ബ്രേക്കിംഗ് കുറച്ചുണ്ട്. എൻജിൻ ബ്രേക്കിംഗ് ആണോ മോട്ടോർ ബ്രേക്കിംഗ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതിട്ടിട്ട് ഞാൻ നോർമൽ വഴികളിൽ പോവും. ഇനിയിപ്പം നല്ല ബമ്പർ ടു ബമ്പർ ട്രാഫിക്കൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന MC റോഡൊക്കെ ആണെന്ന് വെച്ചോ, ഇപ്പോൾ എല്ലാവരും നല്ല സ്പീഡിലാണെന്നുണ്ടെങ്കിലും ബമ്പർ ടു ബമ്പറാണ്, എല്ലാവരും ഇങ്ങനെ മുട്ടി തന്നെയാണ് സ്പീഡിൽ പോകുന്നത്. അവിടെ നമ്മൾ ഇത്തിരി സൂക്ഷിക്കണം, പെട്ടെന്ന് ബ്രേക്ക് പിടിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് റീജൻ 2 ഇട്ടിട്ടായിരിക്കും ഞാൻ പോകുന്നത്. ചില സമയങ്ങളിൽ നല്ല സ്പീഡിലാണ് ഞാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ റീജൻ 1, 2, 3, 0 എന്ന് പറഞ്ഞിട്ട് മാറിയിട്ട് ഞാൻ പാഡിൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഓടിക്കാറുണ്ട്. കയറ്റമൊക്കെ വരുന്ന സമയത്ത് 0 റീജനിലായിരിക്കും പോകുന്നത്. ഇറക്കമൊക്കെ വരുന്ന സമയത്ത് ഞാൻ ബ്രേക്ക് പിടിക്കാറില്ല, റീജൻ ഉപയോഗിച്ചിട്ട് തന്നെ വരും. അപ്പോൾ നമുക്ക് ചാർജ് ഇങ്ങോട്ട് കിട്ടുമല്ലോ. അപ്പോൾ വാഗമണ്ണിൽ നിന്ന് കഴിഞ്ഞ ദിവസം തീക്കോയി വരെ ഇറങ്ങി വരുന്ന സമയത്ത് 1-2 അവസരങ്ങളിൽ മാത്രമേ ബ്രേക്ക് പിടിച്ചുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം റീജൻ 1, 2, 3 ഇട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് ചാർജ് ഇങ്ങനെ കിട്ടും. അപ്പോൾ ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യമില്ല, വണ്ടിക്ക് നല്ല എൻജിൻ ബ്രേക്കിങ്ങും നമുക്ക് ലഭിക്കും, സേഫ്റ്റിയാണ്. പിന്നെ ക്രൂസ് കൺട്രോളർ, നമുക്ക് 30 കിലോമീറ്റർ സ്പീഡിൽ വരെ നമുക്ക് ക്രൂസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഈ ജംഗിൾ സഫാരിക്കൊക്കെ പോകുന്ന സമയത്ത്, അനിമൽ സ്പോട്ടിംഗ് ഒക്കെ കിട്ടുമോ എന്നറിയാൻ വേണ്ടി കഴിഞ്ഞ ദിവസം പോയ സമയത്താണ് ഈ 30 സ്പീഡിൽ ഇങ്ങനെ നമ്മൾ ആ ഒരു ക്രൂസ് മോഡ് ഇട്ട് പോയത്. കുറേ നേരം നമുക്കിങ്ങനെ പതുക്കെ അങ്ങ് പോകാമല്ലോ. അതൊക്കെ നല്ല ഒരു സൗകര്യമാണ്. ഹില്ലി ഏരിയകളിലെ ഡ്രൈവിങ് പെർഫെക്റ്റ് ആണ്. അതിന് EV ആണ് ഏറ്റവും ബെസ്റ്റ്. ഒന്നും നമ്മൾ ആലോചിക്കേണ്ട, ചുമ്മാ കാല് കൊടുത്ത് കയറി പോവുക. അത് എത്ര സ്പീഡിൽ വേണമെങ്കിലും നമുക്ക് കയറി പോകാനായിട്ട് വണ്ടി റെഡിയാണ്. മടുപ്പെന്ന് പറയുന്ന ഒരു സംഗതി വണ്ടിക്കില്ല. പിന്നെ ഓവർടേക്കിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, പക്ക കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഓവർടേക്ക് ചെയ്യാം. കാരണം കാല് കൊടുത്തു കഴിഞ്ഞാൽ പറക്കും. ഇതിന് 3 മോഡാണുള്ളത്: എക്കോ, നോർമൽ, പവർ മോഡ്. പവർ മോഡൊന്നും നോർമലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം അത് ഉപയോഗിക്കാൻ പറ്റുന്ന വഴി ഇവിടെ ഇല്ല. ഈവൻ ഹൈവേ പോകുന്ന സമയത്ത് പോലും നമുക്ക് നോർമൽ മോഡിൽ പറന്ന് നിൽക്കുന്ന വണ്ടി പവർ മോഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി, അത് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത ഞാൻ ഓടിച്ചു നോക്കിയ സമയത്ത്, ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്ത് എനിക്ക് ഫീൽ ചെയ്തതാണ്. പവർ മോഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടൊക്കെ ഒന്ന് പൊങ്ങി ഒറ്റ പോക്ക് പോകും. അത് രസമുള്ളൊരു പരിപാടിയാണ്. EV ഉപയോഗിക്കുന്ന ആളുകൾ ഈ റീജൻ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി നല്ല കൺട്രോളിൽ നിൽക്കും. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഒരു റേഞ്ചും കിട്ടും. ഇനി അവസാനമായിട്ട് റിലയബിലിറ്റി എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതുമായി ബന്ധപ്പെട്ട് ഈ സോഫ്റ്റ്വെയർ ബഗ്ഗൊക്കെ ആണല്ലോ നോർമലി EV വണ്ടികൾക്ക് വരുന്നത്. ഹ്യുണ്ടൈയുടെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ഒരു പ്രശ്നവും എനിക്ക് നിലവിൽ ഫീൽ ചെയ്തില്ല. ഒരു ലാഗ് പോലും. മുന്നേ ഉള്ളത് നമ്മുടെ ഡീസൽ നെക്സോൺ കാറായിരുന്നല്ലോ, അതിൻ്റെ സോഫ്റ്റ്വെയറിനുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അറിയാവുന്നതല്ലേ. ഇതിന് ഒരു പ്രശ്നം അങ്ങനെയുള്ളതൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നാളെ വരുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല.
സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. പിന്നെ എല്ലാ വണ്ടിക്കുള്ള ആ ഒരു കംപ്ലയിൻറ്റ് ഇതിനും ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് സംവിധാനം, ഇത് ഹ്യൂണ്ടായി ഒരു കുഞ്ഞ് അഡാപ്റ്റർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ വണ്ടിയിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്, ഫോൺ അകത്തുണ്ട് എന്നുണ്ടെങ്കിലും വണ്ടിയുടെ കീ നമ്മുടെ പോക്കറ്റിലാണ്, അതുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പോലും ഇവൻ എന്തൊക്കെയോ വിഷയം ഉണ്ടാക്കുന്നുണ്ട്. അത് ഇടയ്ക്ക് കണക്റ്റ് ആൻഡ് ഡിസ്കണക്റ്റ് ആയി പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അത് പിന്നെ നമ്മൾ ഫോർഗെറ്റ് ഡിവൈസ് ഒക്കെ അടിച്ചിട്ട് കണക്ട് ചെയ്യേണ്ടി വരാറുണ്ട്. അതാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഭാഗത്തു നിന്ന്, അത് ഈ ഫോണും സോഫ്റ്റ്വെയറായിട്ടുള്ള ആ ഒരു സംഭവത്തിലാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. സോഫ്റ്റ്വെയറിൻ്റെ ഭാഗത്തു നിന്ന് തോന്നിയിട്ടുള്ളൊരു സംഗതി. വേറെ റേഞ്ച് കാണിക്കുന്നത് വളരെ ആക്യുറേറ്റ് ആണ്. 1 കിലോവാട്ടിൽ എത്ര കിലോമീറ്റർ ഓടും എന്ന് കാണിക്കുന്നത് വളരെ ആക്യുറേറ്റ് ആണ്. ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ ഏകദേശം എന്നുള്ളതല്ല, നല്ല രീതിയിൽ ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചില EV വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതൊന്നും ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. 20% താഴെ ആവുന്ന സമയത്ത് നെഞ്ചിടിപ്പോടെ നടക്കുന്ന കുറേ ടാറ്റ ഓണേഴ്സിനെയൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം. കാരണം എപ്പോൾ വേണമെങ്കിലും ഇത് സഡൻ ഡ്രോപ്പ് അടിക്കും എന്നാണ് അവർ പറയുന്നത്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു പ്രശ്നം ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് കൂടുതലും AC ചാർജിങ് ആക്കുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ DC ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ് കുറേ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫുൾ സൈക്കിൾ AC ചാർജിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ബാലൻസ്ഡ് ആവും എന്നൊക്കെ ഉള്ളത് അറിയാൻ കഴിഞ്ഞു. ഞാൻ അങ്ങനെയൊക്കെ നോക്കിയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വണ്ടി എടുത്തിട്ട് ഇതുവരെ ഒരു രീതിയിലും അന്ന് സർവീസിനല്ലാതെ ഇവരെ കോൺടാക്ട് ചെയ്യേണ്ടി വന്നില്ല. അതെന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് അവരെ വിളിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഹ്യൂണ്ടയുടെയൊക്കെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. നമ്മുടെ റിയർ വ്യൂ മിറർ ഉണ്ടല്ലോ, വണ്ടിക്ക് അകത്തുള്ള ആ ഒരു മിറർ, അവിടെ ഇങ്ങനെ ബട്ടൺ വെച്ചിരിക്കുകയാണ്, ഡെഡിക്കേറ്റഡ് ബട്ടൺ വെച്ചിരിക്കുകയാണ്. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റോഡ് സൈഡിൽ നിന്ന് കോള് കണക്റ്റ് ആവും. ആർക്കുണ്ട് അത്ര കോൺഫിഡൻസ്? ടാറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്വിച്ച് വെക്കണമെന്ന് നിർബന്ധം പറഞ്ഞാൽ പോലും അത് ഒളിപ്പിച്ച് വെക്കാനായിട്ട് ആഗ്രഹിക്കും. കാരണം ഇത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ വിളിക്കും. അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ഓൺ റോഡ് അസിസ്റ്റൻസ് തന്നെ നമുക്ക് സ്വിച്ചായിട്ട് അവൈലബിൾ ആണ്. സ്വിച്ചിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. ഇതിനെല്ലാത്തിനും നമുക്ക് സ്വിച്ച് കിട്ടും. ഈ BYD അല്ലെങ്കിൽ വിൻസർ പോലുള്ള വണ്ടികളിലൊക്കെ ഞാൻ കണ്ടത് പലതും ഡിസ്പ്ലേയിലാണ്. വിൻഫാസ്റ്റ് അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ഡിസ്പ്ലേയിലാണ്. ഇതിൽ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനവും നമുക്ക് ബൈ സ്വിച്ചായിട്ട് തന്നെ കിട്ടും. എല്ലാ കൺട്രോൾസും സ്വിച്ചിൽ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന എല്ലാ കൺട്രോൾസും സ്വിച്ചിൽ അവൈലബിൾ ആണ്. പിന്നെ എൻ്റെ വണ്ടി ഫുൾ ഓപ്ഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ അഡാസ് അതിൻ്റെ തലവേദനയില്ല. ഞാൻ ബാക്കിയുള്ള വണ്ടിയൊക്കെ നോർമൽ പഴയ വണ്ടികളൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ തന്നെ നടക്കും. അലേർട്ട് പരിപാടികളില്ല. അഡാസ് ഇല്ലാത്തതിൻ്റെ, അഡാസ് ഉള്ളതൊക്കെയാണ് നല്ലത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് വലിയ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടോ എനിക്ക് അത്ര പൈസ ഇല്ലാത്തത് കൊണ്ടും എനിക്കത് എടുക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട തലവേദനയില്ല. ഇനി ബിൽഡ് ക്വാളിറ്റി, വണ്ടിയുടെ ഫിറ്റ് ആൻഡ് ഫിനിഷ് എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂണ്ടേ നമുക്കറിയാം ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ ഓക്കെ ആയിരിക്കും. ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ്, അതേപോലെ തന്നെ വണ്ടിയുടെ ഓരോ ഭാഗങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നത്, അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ബിൽഡ് ക്വാളിറ്റിയിൽ ഒരിക്കലും വണ്ടിയുടെ ആ ഒരു ബലത്തെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ളതിൽ ഇത് പെർഫെക്റ്റാണ്. ഇനി സേഫ്റ്റിയുടെ കാര്യത്തിൽ അതിപ്പം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. എക്കോ സ്പോർട്ടുമായിട്ട് നടന്നതുകൊണ്ട് ഹ്യൂണ്ടേ ക്രെറ്റയിലോട്ട് കയറുന്ന സമയത്ത് ഈ വണ്ടി ഇത്തിരി ലൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മറ്റേതൊരു സോളിഡ് ടാങ്ക് ഫീലാണല്ലോ. അത് എവിടെയെങ്കിലും മുട്ടിക്കഴിഞ്ഞാൽ അതിനൊന്നും പറ്റത്തില്ല എന്നുള്ളതും, മുട്ടുന്ന സ്ഥലം അല്ലെങ്കിൽ വണ്ടി അവർക്ക് പറ്റുമെന്നുള്ളതും നമുക്കൊരു ബോധമുണ്ട്. ഇതിൽ നമ്മൾ വളരെ സൂക്ഷിച്ചൊക്കെ തന്നെയാണ് പോകുന്നത്. കാരണം ഇതിന് അത്ര ഒരു ഫീല് എനിക്ക് കിട്ടിയിട്ടില്ല. മേ ബി ഇതൊക്കെ സൈക്കോളജി ആയിരിക്കും. നമ്മൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇതാണ് ഏറ്റവും ബലമുള്ള വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവം കണ്ട് കുറേ ആക്സിഡൻറ്റ് വീഡിയോസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കോൺഫിഡൻസ് വരുന്നതായിരിക്കും. മറ്റേതൊക്കെ അങ്ങനെയുള്ളൊരു കോൺഫിഡൻസ് കൊണ്ടാണ്. പിന്നെ എക്കോ സ്പോർട്ടിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഡോറൊന്നും ഒരു സാധാരണ മനുഷ്യന് വലിച്ചടയ്ക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിൽ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല, എല്ലാം സോഫ്റ്റ് പരിപാടികളാണ്. പിന്നെ 6 എയർ ബാഗൊക്കെ ഉണ്ടല്ലോ. 6 എയർ ബാഗൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സേഫ്റ്റി, അതുമായി ബന്ധപ്പെട്ട കറക്റ്റായിട്ടുള്ള ഒരു സേഫ്റ്റിയൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനായിട്ട് പല ആളുകളും ചോദിക്കുക, ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ച് നമുക്ക് ലോങ് ട്രിപ്പൊക്കെ പോകാമോ? ഷുവറായിട്ട് ഇന്നത്തെ സമയത്ത് ഇപ്പോൾ പോകാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മുന്നേയൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണെങ്കിലും ഷുവറായിട്ട് പോകാം. കാരണം പെട്രോൾ പമ്പ് ഇല്ലാത്ത സ്ഥലത്ത് പോലും ഒരു പ്ലഗ് പോയിൻ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം യാത്ര ചെയ്യാനായിട്ടുള്ള ചാർജെങ്കിലും ലഭിക്കും. അവർക്ക് പൈസ കൊടുത്താൽ പോലും കിട്ടും. ചിലയിടത്ത് പെട്രോൾ പമ്പില്ലല്ലോ. ഇപ്പോൾ ഹില്ലി ഏരിയകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ ഡീസൽ പമ്പുകൾ നമുക്ക് അത്ര അവൈലബിൾ അല്ല. പക്ഷേ കറണ്ട് മിക്കവാറും എല്ലാ സ്ഥലത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ ലോങ് ഒന്നും പോകാനായിട്ട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ എപ്പോഴും നമുക്കൊരാഗ്രഹം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പ്ലാൻ ഇട്ട് കൊടുത്ത സമയത്ത് ലേ ലഡാക്ക് പോകുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് എന്നോട് ജെമിനി പറഞ്ഞത്. അവർ ആഡ് ചെയ്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഹോം സ്റ്റേ ഇടയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുത്തി റീചാർജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ ഡൗട്ട് ഇനി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ ദിവസവും ചാർജിങ് സ്റ്റേഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവസാനമായിട്ട് 3 ചോദ്യത്തിൽ നമുക്ക് ഒതുക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് ഫീൽ തന്നെയാണ്. അനായാസമായിട്ട് പറന്ന് ഹൈ പവറോടെ നമുക്ക് എല്ലായിടത്തും പോവാം.
ഭയങ്കര സ്മൂത്താണ്. നമ്മളൊരു വണ്ടി വലിയ സ്പീഡിൽ കൊണ്ടുപോകുന്നതിൻ്റെ ആ ഒരു സ്ട്രെസ്സോ കാര്യങ്ങളൊന്നുമില്ല, ലോ സ്ട്രെസ്സാണ്. പിന്നെ നമുക്ക് പണച്ചെലവ് കുറയുന്ന സമയത്ത് തന്നെ യാത്ര ചെയ്യാനായിട്ടുള്ള ആഗ്രഹമൊക്കെ തോന്നും. കാരണം നമുക്ക് ചെറിയ ചിലവിൽ യാത്ര ചെയ്യാനായിട്ട് പറ്റുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം, അത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇഷ്ടമില്ലാത്ത കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആഫ്റ്റർ ഓൾ ഒരു ഇലക്ട്രിക് കാറാണ്. നമ്മുടെ മറ്റേ ഡീസൽ, ഒരു ജീപ്പ്, അല്ലെങ്കിൽ ഒരു ഹൈലി റിലയബിൾ ആയിട്ടുള്ള ഒരു എക്കോ സ്പോർട്ട്, ഒരു ഓഫ് റോഡ് സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം പെർഫോം ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല. ഒരു സെമി ഓഫ് റോഡ് പോലും മേ ബി ഇതിനകത്ത് ഒച്ചയില്ലാത്തതുകൊണ്ട്, ഇതിൻ്റെ ടയർ മണലിലൊക്കെ ഇങ്ങനെ മുട്ടുന്ന സമയത്ത്, കല്ലൊക്കെ മുട്ടുന്ന സമയത്ത് അകത്ത് ഒച്ച കേൾക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്കിതിന് അത്ര കേപ്പബിലിറ്റി ഉണ്ട് എന്ന് തോന്നാറില്ല. ഇത് അങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, ഒട്ടും സൗണ്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതിലെങ്കിലുമൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഈ ടയറൊക്കെ കല്ലിലൊക്കെ കയറുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഒരു ഒച്ച നമുക്ക് കേൾക്കാം. ഈ കുഴിയിലൊക്കെ ചാടുന്ന സമയത്ത് നല്ല ഒച്ച നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. എന്നാൽ ബാക്കിയുള്ള കുറേയധികം EV-കളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി വിൻസറുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കിതിനകത്ത് തീരെ സൗണ്ടില്ല. ഇതിൻ്റെ ഗ്ലാസ് കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഫുള്ള് സൈലൻ്റ് ആണ്, പുറത്തുനിന്നുള്ള സൗണ്ട് അകത്തേക്ക് വരില്ല. വിൻസറിന് ഞാൻ ഓടിച്ചു നോക്കിയ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് അതിനകത്ത് വിൻ നോയ്സ് ഒക്കെ കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന് അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ, ഈ വണ്ടി അല്ലെങ്കിൽ ഒരു EV കാറ് ഞാൻ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുമോ? ഞാൻ ഷുവറായിട്ടും ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യും. റീസെയിൽ വാല്യൂ അല്ലെങ്കിൽ ടയർ തീരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യത്തില്ല. അല്ലാതെ എന്നെപ്പോലുള്ള ആളുകൾക്ക് നമ്മൾ ഓടിക്കുന്ന ആ ഒരു കാലത്തോളം നല്ല കംഫർട്ടബിളായിട്ട് വണ്ടി ഓടിക്കണം, ചിലവ് കുറച്ച് വണ്ടി ഓടിക്കണം. പിന്നീട് 8 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ഒന്നും ആലോചിക്കുന്നൊന്നുമില്ല. ഇപ്പം നമ്മൾ 8 കൊല്ലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ പ്രായം 32 8 കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ 40 വയസ്സ് എനിക്കാവും. ഈ 32 to 40 വർഷം ഞാൻ കോംപ്രമൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു സമയത്തൊക്കെയാണ് നമുക്ക് വാദവും അല്ലെങ്കിൽ മുട്ടുവേദനയൊന്നും ഇല്ലാതെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ പറ്റുന്നത്. ആ ഒരു സമയത്ത് വളരെ കംഫർട്ടബിളായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു അനായാസ മാർഗ്ഗം ചൂസ് ചെയ്യാനായിട്ടേ ഞാൻ ആഗ്രഹിക്കത്തുള്ളൂ. അത് കഴിഞ്ഞത് റീസെയിൽ വാല്യൂ കിട്ടിയില്ലെങ്കിൽ വേണ്ടാന്നേ, ഇവിടെ സെക്കൻഡ് കാറായിട്ട് കിടന്നോളും. ഇപ്പോൾ നമുക്കൊരു സെക്കൻഡ് കാറുണ്ട്, ഒരു ഇഗ്നീസ് ഉണ്ട്. ഇഗ്നീസ് എന്തൊരു ചിലവാണ്, പെട്രോള് മൈലേജും ഇല്ല, അതുകൊണ്ട് നടക്കുന്ന ഒരു മല്ലൊന്നും ആലോചിച്ച് നോക്കണേ. വണ്ടി നല്ലതാണ്, കുഞ്ഞു വണ്ടിയാണ്, രസമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 10 കിലോമീറ്റർ ഇപ്പം ഞങ്ങളുടെ ഏറ്റുമാനൂരിൽ നിന്ന് ലുലു മാളിലേക്ക് പോയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 100, 150 രൂപ, 200 രൂപ എടുത്ത് പെട്രോൾ അടിക്കേണ്ടി വരും. അത് EV കാറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 50 രൂപ വേണ്ടല്ലോ. അങ്ങനെ മനസ്സിനും കൂടെ ഒരു സന്തോഷം വേണ്ടേ. അപ്പം മനസ്സിൻ്റെ സന്തോഷത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെറിയ ചിലവിൽ ഒറ്റയടിക്ക് ഒരു 500 കിലോമീറ്ററൊക്കെ ഓടാനായിട്ട് പറ്റുന്ന, 450 കിലോമീറ്റർ ഓടാൻ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 450 രൂപയ്ക്ക് 400 കിലോമീറ്റർ ഓടാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആ ഒരു മാർഗ്ഗമല്ലേ ചൂസ് ചെയ്യത്തുള്ളൂ. ഈ 400 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട്, നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് എവിടെയൊക്കെ പോവാം. ഇപ്പോൾ വയനാട് വരെ പോകാനായിട്ട് 300 കിലോമീറ്റർ സംതിങ്ങേ ഉള്ളൂ, ഊട്ടി വരെ പോകാനായിട്ട് 300 കിലോമീറ്റർ സംതിങ്ങേ ഉള്ളൂ, കോട്ടയത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതേപോലെ നമ്മുടെ അടുത്തുള്ള എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്കും ഇത്ര ദൂരമേ ഉള്ളൂ. അതേപോലെ തന്നെ കുറച്ചും കൂടെയൊക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കർണാടക പോയിട്ട് വരാം. ബാംഗ്ലൂർ പോകാനായിട്ട് വലിയ പൈസ ആവില്ല. 700 കിലോമീറ്റർ അല്ലേ ബാംഗ്ലൂർ കോട്ടയത്ത് നിന്ന്. 700, 800 ആണെങ്കിൽ പോലും നമുക്ക് ചെറിയ പൈസയ്ക്ക് ഇവിടെയൊക്കെ പോയി സ്ഥലങ്ങളൊക്കെ കണ്ട് സന്തോഷമായിട്ടിരിക്കത്തില്ലേ. അങ്ങനെ യാത്രകൾ ചെയ്യണം. വീക്കെൻഡ്സിലൊക്കെ മടി കൂടാതെ, ഇപ്പം നമ്മൾ റൂമിൻ്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി, മടി കൂടാതെ എല്ലായിടത്തും പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് EV ആണ് ബെസ്റ്റ്. ബാക്കി റീസെയിലിനെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ച് വണ്ടി എടുക്കുന്ന ആളുകൾക്ക്, ഇത് വിറ്റിട്ട് ഇനിയിപ്പോൾ അടുത്ത വണ്ടി എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ശരിക്കും ഫ്യൂവൽ വണ്ടികൾ തന്നെ ആയിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കേസിൽ ഇപ്പോൾ ഇതിന് നല്ല റേഞ്ച് കുറഞ്ഞു, 300 കിലോമീറ്റർ കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ 250 കിട്ടുന്നുള്ളൂ. ഞാൻ ബാറ്ററി മാറത്തൊന്നുമില്ല. എൻ്റെ വൈഫ്, അദ്ദേഹം ഹോസ്പിറ്റലും വീടുമായിട്ട് വലിയ ദൂരമുള്ളിടത്തൊന്നും വർക്ക് ചെയ്യാൻ സാഹചര്യമുള്ള ആളല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഡെയിലി മാക്സിമം ഒരു 50 കിലോമീറ്ററൊക്കെ ഓട്ടോ ഉള്ളൂ. മാക്സിമം എത്രത്തോളം മാക്സിമം എന്ന് പറഞ്ഞാൽ അത്രത്തോളം മാക്സിമം അത്രയൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഓടിക്കാൻ കൊടുക്കും, ഇഗ്നീസിനെ ഒഴിവാക്കിയാൽ പോരെ. അങ്ങനെയൊക്കെ നോക്കിയാലും ഈ കമ്പനിയും ഇവരുടെ ഒരു പ്രൊഫൈലൊക്കെ വെച്ച് നോക്കിയിട്ട് നമുക്കൊരു 10 വർഷം 15 വർഷമൊക്കെ നമുക്കിതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. ഇനിയിപ്പം ഒരു സെല്ലിനൊക്കെയാണ് കംപ്ലയിൻറ്റ് വരിക എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ സെല്ല് മാറ്റി വയ്ക്കാനായിട്ട് 10,000-20,000 രൂപയ്ക്ക് ആവത്തുള്ളൂ. ഒരു ഡീസൽ വണ്ടിയുടെ മെയിൻ്റനൻസ്, ഈ എഞ്ചിനുമായി ബന്ധപ്പെട്ട മെയിൻ്റനൻസ് അതിന് മുകളിലൊക്കെ വരാറുണ്ട്. 75,000 കിലോമീറ്റർ ഓടിയ സമയത്ത് 75,000 അടുപ്പിച്ചിട്ടുള്ള ഒരു എമൗണ്ടാണ് നെക്സോൺ ഡീസലിന് ഒരു കംപ്ലയിൻറ്റ് വന്ന സമയത്ത് അവർ കോട്ട് ചെയ്തത്. അങ്ങനെ ഓരോ ദിവസം ഓരോ സാധനം അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഒരു കാര്യത്തിൽ. അപ്പം അങ്ങനെയുള്ള തലവേദനകളൊക്കെ നമുക്ക് അന്ന് മാത്രം ആലോചിച്ചാൽ മതിയല്ലോ.